Okay. Okay. So, I welcome you all to this class. ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. അതിലെ ഫസ്റ്റ് നോൺ ഇനർഷ്യൽ സിസ്റ്റം ആൻഡ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. നോൺ ഇനർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സസ്. So, first of all, we start this chapter with Galilean transformation. പിന്നെന്താ പറയാ, സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണ്? എല്ലാവരും എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ കോവിഡ് ആയ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ സമയം കളയാനില്ല. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷയം, ഞാൻ എൻ്റെ PhD തീസിസിൻ്റെ കംപ്ലീഷൻ വർക്കിലായിരുന്നു. അപ്പം അത് കൊണ്ട് നിങ്ങളുടെ കുറച്ച് ക്ലാസ്സുകൾ, ഞാൻ ശരിക്കും ലീവിലായിരുന്നു ഞാൻ. അപ്പോൾ ആ ലീവൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ലീവ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുതൽ എടുക്കണം. ശരിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനും ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് ആദ്യം പഠിക്കാം. അതായത് ഫിസിക്സ് ഡീൽസ് വിത്ത് മെഷർമെന്റ്. ഫിസിക്സ് നമ്മൾ ലോസ് ഓഫ് ഫിസിക്സ് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യണം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫിസിക്സ് ലോസ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആവശ്യമാണ്. ഫ്രെയിം ഓഫ് റെഫറൻസ് ആവശ്യമാണ്. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെന്റ്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നതും ഒരു മെഷർമെന്റ് ആണ് അല്ലെ? നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഒരു ഫിസിക്കൽ മെഷർമെന്റ് ആണ്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിന് നമ്മൾ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഒരു മാസ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ അത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ വെലോസിറ്റി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ ടൈം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പം നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി
ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് ഒരു റെഫറൻസ് പോയിന്റ് ആവശ്യമാണ്. റെഫറൻസ് പോയിന്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സെൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം സെൻസ് നമ്മളെ തലയിൽ ഒരു സെൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബേസിക്കലി ഒരു റെഫറൻസ് ആദ്യം ഉണ്ടാക്കണം. ഇപ്പൊ റെഫറൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ ഉദാഹരണം, ഇപ്പം നിങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ തിരൂരാണ് എന്ന് പറയും. അപ്പോൾ തിരൂർ എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരൂര് ഇന്ന സ്ഥലത്ത് നിന്ന്, അതായത് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ടാണ് അല്ലെങ്കിൽ കിഴക്കോട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ജംഗ്ഷനിൽ നിന്നും ഇത്ര മീറ്റർ ഇന്ന ഡയറക്ഷനിലാണ്. അത് പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു റെഫറൻസ് പോയിന്റ് പറയാതെ നമുക്ക് ഒരിക്കലും സെൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ആ റെഫറൻസ് ഇനിയാണ് റെഫറൻസ് ഉള്ള. ഇപ്പൊ റെഫറൻസ് പോയിന്റ് മാത്രം പോരാ, റെഫറൻസ് പോയിന്റ് വേണം, ആക്സിസും വേണം. ഇപ്പൊ ആക്സിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ XYZ ആക്സിസ് കൂടാതെ ടൈമിനും ആക്സിസ് ഉണ്ടാവും. പക്ഷെ ടൈം ആക്സിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൊസിഷൻ ഉണ്ടാവില്ല, പക്ഷെ മറിച്ച് ഒരു ആക്സിസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അത് മനസ്സിനുള്ളിൽ വരയ്ക്കാൻ സാധിക്കും, ഇമാജിനറി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. അതിൽ നമ്മുടെ ടൈം എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ടൈമിനെ അതിൽ പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് basically consists of a point, a reference point, and a set of axes where we can use it to measure physical quantities. So it can be position. If I am speaking about mass, you need a reference. Reference means it is having 10 kilograms or 5 kilograms. That means you are referring that it is 5 times 1 kilogram. That is 1 kilogram is a reference. So you are having my okay. Now ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെഫറൻസ് ഫ്രെയിമിലെ ഒരു പാർട്ടിക്കിളിനെ മെഷർ ചെയ്യുന്നു, അതിന്റെ പൊസിഷൻ മെഷർ ചെയ്യുന്നു. അപ്പോൾ വേറൊരാള് വേറൊരു ഫ്രെയിമിൽ നിന്നും അതേ പാർട്ടിക്കിളിനെ മെഷർ ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിനുള്ളിൽ ഒരു ഈച്ച പറക്കുകയാണ്. അപ്പൊ ആ ട്രെയിനിനുള്ളിലെ ഈച്ചയെ ട്രെയിനിലിരിക്കുന്ന ഒരാൾ നോക്കുകയാണ്. ഈ ട്രെയിനിനുള്ളിൽ പറക്കുന്ന ഈച്ചയെ ട്രെയിനിനെ പുറത്ത് പ്ലാറ്റ്ഫോം ഇരിക്കുന്ന ഒരാൾ നോക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പറയാം രണ്ട് ഫ്രെയിമിൽ നിന്നും ഒരു ഈച്ചയെ മെഷർ ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു മാസ് ഉണ്ട്, അതായത് ഈച്ച ഉണ്ട്. അവിടെ ആ ഈച്ചയെ നമ്മൾ മെഷർ ചെയ്യുന്നത് ട്രെയിനിനുള്ളിൽ ഇരിക്കുന്ന ഒരാളും ട്രെയിനിന് പുറത്തിരിക്കുന്ന ആൾ റെസ്റ്റിലാണ്, അതായത് പ്ലാറ്റ്ഫോമിലാണ്. ട്രെയിനിനുള്ളിൽ ഇരിക്കുന്ന ആൾ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ ട്രെയിൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ട് ആൾക്കാരുടെ റീഡിങ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെയാണ് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ എന്താണെന്ന് നോക്കാം. അപ്പൊ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇസ് എ റിലേഷൻ വിച്ച് കണക്ട്സ് ദ പൊസിഷൻ ബിറ്റ്വീൻ the rest frame and a moving frame. So here you can see the two frames. You can see here one frame is at rest, S is at rest, another frame is moving. So one particle is measured R alpha, R beta. Alpha is one frame, beta is a second frame. So the distance between the two frames is S. So the position vector R beta is equal to R alpha minus S. So this is a triangular frame of reference. So you can add this S and R beta and that will be equal to R alpha. So this is a law of triangle addition. S ഉം R ബീറ്റയും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? ആർ ആൽഫ ആയിരിക്കും. അതിനാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആർ ബീറ്റ എന്താണ്? ആർ ആൽഫ മൈനസ് എസ്.
അപ്പോൾ ആർ ബീറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ മെഷേർഡ് ഫ്രം ദ മൂവിങ് ഫ്രെയിം. അപ്പോൾ ട്രെയിനിൽ ഇരിക്കുന്ന ആൾ മെഷർ ചെയ്യുന്ന ഈച്ചയുടെ പൊസിഷനാണ് ആർ ബീറ്റ. പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾ മെഷർ ചെയ്യുന്ന ഈച്ചയുടെ പൊസിഷനാണ് ആർ ആൽഫ. എസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം നിൽക്കുന്ന ആളും ഈ ട്രെയിനിലിരിക്കുന്ന ആളും തമ്മിലുള്ള ദൂരം, അതാണ് എസ്. അങ്ങനെയാണെങ്കിൽ ആർ ബീറ്റ എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിലെ ആളെ മെഷർ ചെയ്യുന്ന പൊസിഷൻ മൈനസ് ഈ രണ്ട് പേരുടെയും ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതാണ് എന്ത് ദ ഫസ്റ്റ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഫ്രെയിമിലെ പൊസിഷനും റെസ്റ്റ് ഫ്രെയിമും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിലേഷൻ. ഓക്കെ, ഇനി ഇഫ് എ ആൽഫ എന്ന് പറയുന്നത് റെസ്റ്റ് ഫ്രെയിമാണ്. ആ ആൽഫ സീസ് എ മാസ് ആക്സിലറേറ്റിംഗ് അറ്റ് എ റേറ്റ് ആൽഫ. അതേസമയം ഈ ഈച്ച റെസ്റ്റിലാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഈച്ച പറക്കുന്നില്ല, ഈച്ച അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയത്ത് ഈച്ച പറക്കുകയാണെങ്കിൽ, അത് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ച് ദർ ഇസ് എ ഫോഴ്സ് ഓൺ എം, ദറ്റ് ഈസ് ഈച്ചയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഗിവൺ ബൈ എഫ് ആൽഫ ഇസ് ഇക്വൽ ടു എം എ ആൽഫ. അതായത് ആക്സിലറേഷൻ എ ആൽഫ ആണെങ്കിൽ ഫോഴ്സ് എഫ് ആൽഫ സമം എം എ ആൽഫ ആയിരിക്കും. ഫിസിസിസ്റ്റ് ബീറ്റ, അതായത് ട്രെയിനിലിരിക്കുന്ന ഫിസിസിസ്റ്റ്, അതായത് ഒബ്സർവർ ബീറ്റ observes m to be accelerating at a rate a beta as if it were acted on by a force m a beta. അതായത് റെസ്റ്റിലിരിക്കുന്ന ആൽഫ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ എം ആൽഫ എ ആയതുകൊണ്ട് അയാളുടെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സ് എഫ് ആൽഫ ആയിരിക്കും. അതേസമയത്ത് ട്രെയിനിലിരിക്കുന്ന ഒബ്സർവർ ബീറ്റ ആയതുകൊണ്ട് അയാൾ ഒബ്സർവ് ചെയ്യുന്ന ആക്സിലറേഷൻ എ ബീറ്റ ആയതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സ് എഫ് ബീറ്റ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഈ രണ്ട് പേരുടെ ഫോഴ്സ് തമ്മിൽ, ഈ രണ്ടാൾക്കാർ മെഷർ ചെയ്യുന്ന ഫോഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇനി എന്താണെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ സാധനത്തിനെ ഡിഫറൻഷിയേറ്റ്, അതാ ഈ ഇക്വേഷൻ കണ്ടില്ലേ, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആർ ബീറ്റ differentiated by dr beta by dt, that is v beta, that is dr by dt, that is v alpha. So what we get, v beta is equal to v alpha minus v, where v is the velocity of the train, velocity of the train. അതായത് സപ്പോസ് ഈ ട്രെയിൻ കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളും ട്രെയിനിലിരിക്കുന്ന ആളും തമ്മിലുള്ള ദൂരം അകന്നുകൊണ്ടേ പോകും. അപ്പോൾ ആറ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി കിട്ടും. സപ്പോസ് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ, ട്രെയിനിന്റെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ അവിടെ ശരിക്കും എ കിട്ടും. അപ്പൊ സപ്പോസ് ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിലോ അവിടെ നോൺ സീറോ കിട്ടും. അപ്പൊ ഞാൻ വെലോസിറ്റി, ഈ ബീറ്റക്ക് കിട്ടുന്ന വെലോസിറ്റിയെ, അതായത് ട്രെയിനിലിരിക്കുന്ന ആൾ ബീറ്റ എന്ന് പറഞ്ഞ ആള് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആൽഫയ്ക്ക് കിട്ടുന്ന വെലോസിറ്റി മൈനസ് ട്രെയിനിന്റെ വെലോസിറ്റി. അതേസമയം ട്രെയിനിലിരിക്കുന്ന ആൾ ഒബ്സർവ് ചെയ്യുന്ന ആക്സിലറേഷൻ, ആ ഈച്ചയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ബീറ്റ ആയിരിക്കും. ആ എ ബീറ്റ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൽഫയ്ക്ക് കിട്ടുന്ന ആക്സിലറേഷൻ മൈനസ് ട്രെയിനിന്റെ ആക്സിലറേഷൻ ആയിരിക്കും. സപ്പോസ് ട്രെയിനിന്റെ ആക്സിലറേഷൻ 0 ആണ്, അതായത് ട്രെയിൻ കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അതേസമയം അപ്പോൾ എന്തായിരിക്കും, ഈ ബീറ്റയ്ക്ക് കിട്ടുന്ന ആക്സിലറേഷനും ആൽഫയ്ക്ക് കിട്ടുന്ന ആക്സിലറേഷനും സെയിം ആയിരിക്കും. കാരണം എന്താ, ക്യാപിറ്റൽ എ 0 ആണ്. ബിക്കോസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഫോർ ദ ട്രെയിൻ, അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ബീറ്റ ഫ്രെയിം ഓഫ് റെഫറൻസ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് എങ്കിൽ എസ് ഇസ് ഡാഷ് ഇസ് ഡി എസ് ബൈ ഡി ടി ഇസ് കോൺസ്റ്റന്റ്. ഡി എസ് ബൈ ഡി ടി ഇസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്, റിലേറ്റീവ് മോഷൻ ഇസ് യൂണിഫോം, എ ഇസ് ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ രണ്ടുപേർക്കും കിട്ടുന്ന ആക്സിലറേഷൻ സെയിം ആയാൽ ഫോഴ്സ് സെയിം ആയിരിക്കും, കാരണം മാസ് സെയിം ആണല്ലോ.
അപ്പോൾ എഫ് ബീറ്റ ഇസ് ഈക്വൽ ടു എഫ് ആൽഫ. ദ ഫോഴ്സ് ഇസ് സെയിം ഇൻ ബോത്ത് ദ ഫ്രെയിംസ് സിസ്റ്റംസ്. അപ്പോൾ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ എ സിസ്റ്റം മൂവിംഗ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനർഷ്യൽ ഫ്രെയിം ആർ ഐഡന്റിക്കൽ ടു ദോസ് ഇൻ ദ ഇനർഷ്യൽ സിസ്റ്റം. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ എ സിസ്റ്റം മൂവിംഗ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനർഷ്യൽ സിസ്റ്റം. അതായത് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്ന ആള് റെസ്റ്റിലാണ് അല്ലെ. റെസ്റ്റിലിരിക്കുന്ന ആള് എന്ന് പറയുന്നത് ഒരു ഇനർഷ്യൽ ഫ്രെയിമാണ്. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ആളുടെ വിത്ത് റെസ്പെക്ട് ടു അയാളെ അപേക്ഷിച്ച് ഈ ട്രെയിൻ കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. യൂണിഫോംലി മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഫ്രെയിമിലും, അതായത് ട്രെയിൻ യൂണിഫോം സ്പീഡിലാണ് പോകുന്നതെങ്കിലും അതിലെ എന്താണ് ഇക്വേഷൻ ഓഫ് മോഷനും പിന്നെ ആൽഫയ്ക്ക് കിട്ടുന്ന ഇക്വേഷൻ ഓഫ് മോഷനും സെയിം ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനി ഫ്രെയിം മൂവിംഗ് with uniform velocity with respect to a rest frame or inertial frame is also inertial. It follows that all systems translating uniformly relative to an inertial system are inertial. This simple results leads to the something of an enigma. Although it would be appealing to single out a coordinate system absolutely at rest, there is no dynamical way to distinguish one inertial frame from the another. Nature provides no clue to absolute rest. അപ്പൊ അതായത് ഈ സിമ്പിൾ റിസൾട്ട് ഈ റിസൾട്ട് ഒരു സിമ്പിൾ റിസൾട്ടാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആരാണ് അപ്പൊ ഈ സിമ്പിൾ റിസൾട്ട് ലീഡ്സ് ടു സംതിങ്. വാട്ട് ഈസ് സംതിങ്? ദാറ്റ് മീൻസ് നമ്മള് it would be appealing to single out a coordinate system absolutely at rest. അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം അബ്സല്യൂട്ട്ലി റെസ്റ്റിലാണ്, അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, അപ്പീൽ ചെയ്യാണ്. ദർ ഇസ് നോ വേ ടു ഡിസ്റ്റിംഗ്വിഷ് വൺ ഇനർഷ്യൽ സിസ്റ്റം ഫ്രം അനദർ. എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? ഒരിക്കലും നമുക്ക് ഒരു അബ്സല്യൂട്ട് ഇനർഷ്യൽ സിസ്റ്റമിനെ, നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളും റെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു ലോക്കൽ റെസ്റ്റ് ആണ്, അതൊരു അബ്സല്യൂട്ട് റെസ്റ്റ് അല്ല. കാരണം ആ ഒരു ലോക്കൽ സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാറ്റ്ഫോമും ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ റെസ്റ്റിലാണ്. പക്ഷേ സ്പേസിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ റെസ്റ്റിലല്ല. ഈസ് മൂവിങ് ഓർ ആക്സിലറേറ്റിംഗ് ബിക്കോസ് ദ എർത്ത് ഈസ് ആക്സിലറേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ്. സോ ദർ ഇസ് നോ അബ്സല്യൂട്ട് ഫ്രെയിം വിച്ച് ഇസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഇതിനകത്തുള്ള അസംഷൻസ് എന്താണെന്ന് നോക്കാം. സം അസംഷൻസ്. ഒന്നാമത് നമ്മൾ അസ്യൂം ചെയ്താൽ ബോത്ത് ഒബ്സർവേഴ്സ് യൂസ് ദ സെയിം സ്കെയിൽ ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആൾക്കാരും, അതായത് ഈ ട്രെയിനിലിരിക്കുന്ന ബീറ്റയും ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ആൽഫയും യൂസ് ചെയ്ത് ദ സെയിം സ്കെയിൽ ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മൾ ഡിസ്റ്റൻസ് ഒരു ഈച്ച പറക്കുന്നു, അതിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് സെയിം സ്കെയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്കെയിൽ കഷ്ണം എടുത്ത് മെഷർ ചെയ്യുന്നല്ല. അതിന്റെ അർത്ഥം ദേ ആർ യൂസിങ് ഏതർ സെന്റിമീറ്റർ an axis which is calibrated in distance of centimeters. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിലുള്ള ഒരു കാലിബ്രേറ്റ് ചെയ്ത ഒരു സ്കെയിൽ ആയിരിക്കും യൂസ് ചെയ്തത്. If alpha determines that length of a certain rod at rest in his system is L alpha, we expect that beta will measure the same length. ഇനി വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഈച്ചയ്ക്ക് പകരം ഒരു തടി റോഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു തടി കഷ്ണം, ഒരു ദണ്ട്, അത് ഈ ട്രെയിനിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ, അത് റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് എൽ ആൽഫ ആണെങ്കിൽ വി എക്സ്പെക്ട് ദാറ്റ് ബീറ്റ വിൽ ഓൾസോ മെഷർ ദ സെയിം ലെങ്ത്. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കും ഈ ട്രെയിനിലിരിക്കുന്ന ആൾക്ക് ഒരേ നീളം എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ there is no motion between the two systems. പക്ഷേ if beta moves parallel to the rod with uniform velocity v, he will measure a length of L alpha into 1 minus v square by c square raised to 1 by 2. ഇതെന്ന് പറയുന്നത്, ഇത് നമ്മൾ പഠിക്കും, സ്പെഷ്യൽ റിലേറ്റിവിറ്റി. അതായത്
റിലേറ്റിവിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ റിലേറ്റിവിറ്റി? വാട്ട് ഈസ് റിലേറ്റിവിറ്റി? റിലേറ്റിവിറ്റി എന്ന് കേട്ട ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? നിങ്ങൾ ആരെങ്കിലും റിലേറ്റിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? റിലേറ്റിവിറ്റി എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ആരെങ്കിലും പറയില്ലേ? റിലേറ്റിവിറ്റി എന്ന് കേട്ടിട്ടുള്ള ആരുമില്ലേ? ഇല്ലാന്നെങ്കിലും പറഞ്ഞൂടെ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്താണത്? ബാക്കിയുള്ളവരൊക്കെ ഓൺലൈൻ ഇല്ലേ? ഇപ്പൊ ക്ലാസ്സിൽ ഇല്ലേ? അതൊരു ഫിസിക്കൽ ഫിനോമിനയാണ്. മോഷനെയും അല്ലാണ്ട് റെസ്റ്റ് ആയിട്ട് നിൽക്കണേനും കണക്ട് ചെയ്യുന്ന ഒരു ഫിനോമിനയാണ്. സ്പേസ്, ലൈറ്റ്, അങ്ങനത്തെ ഒക്കെ. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് സാധാരണ സ്പീഡിലൊക്കെ പോയാൽ റിലേറ്റിവിറ്റിക്ക് എഫക്റ്റ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഒരു ബോഡി ലൈറ്റിന്റെ സ്പീഡിന്റെ അടുത്ത് കമ്പാരബിൾ ആയിട്ടുള്ള സ്പീഡിൽ പോകുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിലും മാസിലും ടൈമിലും നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക്, അതായത് ചെറിയ സ്പീഡിൽ പോകുമ്പോൾ കിട്ടുന്ന റീഡിങ്സും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവും. ഈ മാറ്റത്തിനാണ് റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് അതായത് രണ്ട് സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുലേറ്റ് ആണുള്ളത്. അതിൽ പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിനേക്കാളും ഹൈ സ്പീഡിൽ ആർക്കും പോകാൻ പറ്റില്ല എന്നാണ് അതിൽ പറയുന്നത്. ഒരു ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ എല്ലാ ലോസ് ഓഫ് ഫിസിക്സും സെയിം ആയിരിക്കും. പക്ഷേ ലൈറ്റിന്റെ സ്പീഡിന്റെ അടുത്ത് പോകുമ്പോൾ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ച്, ആ മൂവ് ചെയ്യുന്ന ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ റീഡിങ്സ്, അതായത് അത് പൊസിഷൻ ആകട്ടെ, അല്ലെങ്കിൽ അത് ഡിസ്റ്റൻസ് ആകട്ടെ, ഒരു വെലോസിറ്റി ആകട്ടെ, അതിനൊരു മാറ്റം ഉണ്ടാവും. ടൈം ആകട്ടെ, അതിനൊരു മാറ്റം ഉണ്ടാവും. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് എന്താണെന്ന് പഠിക്കും. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. ഇനി രണ്ടാമത്തെ അസംഷൻ നമ്മൾ ചെയ്തു, we have made is that time is same in both systems. If alpha determines that the time between two events is t alpha, then we assume that beta will observe the same interval. Here again the assumption breaks down at high velocities. Beta finds that the interval he measures ഇതും അതായത് ടൈമിനുണ്ടാകുന്ന ഒരു മാറ്റമാണ്, റിലേറ്റിവിസ്റ്റിക് ആയ മാറ്റമാണ് ടി ബീറ്റ എന്ന് പറയുന്നത്. ടി ആൽഫ അതായത് ഈ മൂവ് ചെയ്യുന്ന ട്രെയിൻ ഹൈ ലൈറ്റിന്റെ സ്പീഡിന്റെ അടുത്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഈ ട്രെയിനിലിരിക്കുന്ന ആൾക്ക് മെഷർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് റെസ്റ്റിലിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ടൈമിനേക്കാളും ഡിവൈഡഡ് ബൈ √1 - v²/c². അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഡിനോമിനേറ്റർ 1-നേക്കാളും കുറവായിരിക്കും. കാരണം ഇത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് 1-നേക്കാളും കുറവായിരിക്കും. അപ്പൊ ആൻസർ ടി ബീറ്റ ടി ആൽഫയെക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കും. മൂന്നാമത്തെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഒബ്സർവർ അഗ്രി ഓൺ ദ വാല്യൂ ഓഫ് ദ മാസ് സെയിം ആണ് എന്ന് നമ്മൾ രണ്ടുപേർക്കും ഒരേ സെയിം മാസ് മാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ റിലേറ്റിവിസ്റ്റിക്കലി സംസാരിക്കുകയാണെങ്കിൽ മാസ് മാറും. അപ്പൊ മാസ്, ടൈം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് ഇവരെല്ലാം റിലേറ്റിവിസ്റ്റിക് സ്പീഡിലാണെങ്കിൽ അത് മാറും. റിലേറ്റിവിസ്റ്റിക് അല്ലെങ്കിലാണ് ഈ ഇക്വേഷൻസ് സെയിം ആവുക. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് വിൽ ബി ദ സെയിം if the acceleration of the system is 0.
ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ട്രെയിനിലിരിക്കുന്ന ആളുടെ പൊസിഷൻ ആർ ബീറ്റ ആണെന്ന് ഞാൻ പറഞ്ഞു. ആർ ആൽഫ ആണ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുടെ പൊസിഷൻ. മൈനസ് എസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ, ആരാണ്? ആരെങ്കിലും ഒരാൾ പറയൂ. എസ് എന്ന് വെച്ചാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇക്വേഷൻ, ഞാനൊരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഇക്വേഷൻ ഇതാണ്ടേ, ഈ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ വാട്ട് ഇസ് എസ്? ആർ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ ആൽഫ മൈനസ് എസ് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ എസ് എന്ന് വെച്ചാൽ എന്താ? പ്ലാറ്റ്ഫോമും ട്രെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതെ, രണ്ട് ഒബ്സർവേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് പ്ലാറ്റ്ഫോം ഇരിക്കുന്ന ഒബ്സർവറും ട്രെയിനിലിരിക്കുന്ന ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് രണ്ട് ഒബ്സർവേഴ്സ്, അല്ലെങ്കിൽ വേറെ ഭാഷ പറഞ്ഞാൽ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിലെ ഒറിജിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് നിദിയ സോഫിയാണോ? സോഫിയാണോ? ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോ ഇത് കണ്ടോ, ഈ എസിന് പകരം ഞാൻ വി ടി എന്ന് ഇടാം. വി ടി എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ. ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ സപ്പോസ് ട്രെയിൻ ഇസ് മൂവിങ് ഇൻ എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അത് പറയണമെങ്കിൽ ഇനിഷ്യലി ടൈം ടി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ ഈ രണ്ട് ഒബ്സർവേഴ്സും ഒരേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ടി സമയം കഴിയുമ്പോൾ വി വെലോസിറ്റിയിൽ പോകുന്ന ട്രെയിൻ വി ടി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ടി സമയം കഴിയുമ്പോഴത്തേക്ക് ആ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ഒബ്സർവറും ട്രെയിനിലിരിക്കുന്ന ഒബ്സർവറും തമ്മിലുള്ള ദൂരം വി ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർ ബീറ്റ ഈക്വൽ ടു ആർ ആൽഫ മൈനസ് എസ്. ഈ എസ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്സർവേഴ്സ്. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത് വി ടി ആയിരിക്കും, അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻസിനെയാണ് ദി സെറ്റ് ഓഫ് ഇക്വേഷൻ. ഈ മൂന്ന് ഇക്വേഷൻ, ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ ആർ ബീറ്റ ഇസ് ഈക്വൽ ടു R beta is equal to R alpha minus S, R beta is equal to R alpha minus VT, T beta is equal to T alpha. ഈ മൂന്ന് ഇക്വേഷൻസ് നമ്മൾ പറയുന്ന പേരാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പൊ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പറയുമോ? എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ? R beta is equal to R alpha minus VT, T beta is equal to T alpha, R beta is equal to R alpha minus S, where S is the distance between the two observers or the two frames of reference. Suppose if the moving frame is moving with a constant velocity, then S is equal to Vt, therefore R beta is equal to R alpha minus Vt. So T alpha and T beta, that means the time are the same in two frames. Then we can say these two equations are called as frame of reference. ഇതിനെ വേറൊരു ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ, സപ്പോസ് ഈ എക്സ് ഡയറക്ഷനിലാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ബീറ്റ ഇസ് ഇക്വൽ ടു എക്സ് ആൽഫ മൈനസ് വി ടി, വൈ ബീറ്റ ഇസ് ഇക്വൽ ടു വൈ ആൽഫ, ഇസഡ് ബീറ്റ ഇസ് ഇക്വൽ ടു ഇസഡ് ആൽഫ. കാരണം ഈ വൈ ഇസഡ് ഡയറക്ഷനിൽ മോഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും, ടി ബീറ്റ ഇസ് ഇക്വൽ ടു ടി ആൽഫ എന്ന് പറയും. ഇത്രയും മനസ്സിലായി? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിവൺ ഹാവിംഗ് ഡൗട്ട്സ്? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഹലോ, എന്തു പറ്റി? ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം. So that is what the end of this Galilean transformation.
So Galilean transformation works only for the velocity very less than c. So the velocity of the particle should be very small compared to the speed of light. Then only Galilean transformation will work out. So this is the ഇതിന് ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്നാ നിർത്തല്ലേ? ഹലോ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഹലോ, നമുക്ക് നിർത്താം, ക്ലാസ് നിർത്താം. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ടാ. Any doubts you have? Do you have any doubts? Can you ask any doubts if you have? So since no one is answering, I assume that no one has any doubts. So I am just stopping the class. Thank you, one and all. Stop recording.